ഗുരുവിനുള്ള അന്ധമായ അനുസരണ ഒരടിമത്തമല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ പലർക്കും. വാസ്തവത്തിൽ ശിഷ്യൻ സ്വന്തം വാസനകളുടെയും അഹന്തകളുടെയും അടിമത്തത്തിലാണ്. അടിമത്തിൽ നിന്ന് ഗുരു ശിഷ്യനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഉറക്കുപുള്ളിയുടെ അടിമത്തത്തിലാണ്. ഉറക്കം വേണം, ഉറക്കുപുള്ളിക്ക് അടിമത്തമുണ്ട്, എല്ലാത്തിനും അതിനൊക്കെ അടിമത്തമുണ്ട്. ഇത് മാത്രം അടിമത്തമല്ലേ എന്ന് ചോദിക്കും. സത്യം അടിമത്തമല്ല. സമർപ്പണം വരുമ്പോൾ ആ വിത്തിൻ്റെ തോട് പൊട്ടുകയാണ്, തന്നിലെ തന്നെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഫ്രീഡമാകാണ്, സ്വതന്ത്രനാകാണ്. വീട്ടിൽ കിടക്കുന്ന കിളി സമർപ്പണം വരുമ്പോൾ തുറക്കുന്ന പോലാണ്. തുറക്കുമ്പോൾ പിന്നെ ആകാശത്തേക്ക് പറന്നു വരാതിന് അത് ഫ്രീഡം കൊടുക്കുകയാണ്. കിളിക്ക് കൂട് തുറന്നു കൊടുക്കുന്ന പോലാണ് ശിഷ്യൻ ഗുരുവിനുള്ള സമർപ്പണം. അപ്പോൾ ശിഷ്യന് തന്നെ പറന്നു വരാൻ സാധിക്കും. ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരന് ഒരു ഗുരുകുലത്തിൽ ചേർന്ന് വളരെ കാലം അവിടെ ഇങ്ങനെ സേവ ചെയ്ത് കഴിയുകയാണ്. ഗുരു ശാസ്ത്രമൊന്നും പഠിപ്പിച്ചില്ല. ഇത്ര നാൾ സേവ ചെയ്തിട്ടും ശാസ്ത്രമൊന്നും തന്നെ പഠിപ്പിച്ചില്ലല്ലോ. നിരാശ തോന്നി. ഗുരു കൊടുത്തിരുന്ന ജോലി ശിഷ്യന് ഗ്രാമത്തിൽ പോയി പശുവിന് വേണ്ട പുല്ലൊക്കെ പിച്ചു കൊണ്ടുവരാനും ഉള്ള ജോലി കൊടുത്തു. പുല്ല് പിച്ചിക്കൊണ്ട് വരുമ്പോൾ അടുത്ത വീട്ടിലൊരു തത്തയുണ്ടായിരുന്നു. അത് വളർത്തുന്ന തിണ്ണയ്ക്ക് തൂക്കിയിട്ടേക്ക് തത്ത. ആ തത്തയായിട്ട് ഈ ശിഷ്യൻ ചങ്ങാത്തം കൂടി തത്തയോട് ഓരോന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഈ സംസാരിക്കുന്നതിനിടയിൽ ഈ ശിഷ്യൻ തത്തയോട് പറയാം, എൻ്റെ ഗുരു ഇങ്ങനെയുള്ള ജോലി മാത്രം എന്നെ ഏൽപ്പിക്കുകയാണ്, എന്നെ ഒരു ശാസ്ത്രമൊന്നും പറഞ്ഞു തരുന്നില്ല, പഠിപ്പിക്കുന്നില്ല അവർ. അപ്പോൾ ഗുരു ചെയ്യുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിക്കാറുണ്ടോ? ഓരോ പാഠങ്ങളാണല്ലോ, അത് നീ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? തത്ത ചോദിച്ചു. അപ്പോൾ ഈ ശിഷ്യന് തത്തയോട് ദേഷ്യം വന്നു. ബുദ്ധിയില്ലാത്തതിനോട് സംസാരിച്ചിട്ട് എന്താ പ്രയോജനം? നമ്മളുടെ ദേഷ്യത്തിലുണ്ട്. ഈ ശിഷ്യൻ അന്ന് ദിവസം അങ്ങ് പോയി. അടുത്ത ദിവസം വീണ്ടും പശുവിന് വേണ്ടി പുല്ലും കൊണ്ടുവന്നപ്പോൾ തത്ത വിളിച്ചു, ഇനി വരൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ മനസ്സോടെ ഈ ശിഷ്യൻ ഈ തത്തയെടുത്തോട് ചെയ്യുന്നു, എനിക്ക് കൂട്ടിന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് നീ ഗുരുവിനോട് ചെന്ന് ഞാൻ ചോദിച്ചതായിട്ട് പറയണമെന്ന് പറഞ്ഞു. എന്നെ ഒന്നും ഇത്ര കാലമായിട്ട് പഠിപ്പിക്കാത്ത ഗുരു നിനക്ക് എന്ത് ഉപദേശം തരാനാണ് എന്ന് തത്തയോട് ദേഷ്യപ്പെട്ട് ഈ ശിഷ്യൻ പറഞ്ഞു. എങ്കിലും പക്ഷി വീണ്ടും നീ ഒന്ന് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് മറക്കാൻ പറ്റുന്നില്ല. അപ്പം ഗുരുവിനോട് ചെന്ന് പറഞ്ഞു, അടുത്ത വീട്ടിൽ ഒരു പക്ഷിയുണ്ട്, ആ പക്ഷി എന്നോട് പറഞ്ഞ് ആ കൂടുതൽ രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്നും അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഈ ഗുരു കേട്ട മാത്രത്തിൽ അനങ്ങാതെ മലന്നങ്ങ് ശവാസനം നിശ്ചലമായിട്ട് കടന്നു, ഒന്നും വേണ്ടിയില്ല. അപ്പം പിറ്റേ ദിവസം ഈ ശിഷ്യൻ പിന്നെയും പുല്ലും കൊണ്ട് തത്തെടുത്ത് തന്നു. ഞാൻ ചോദിച്ചു, ഞാൻ പറയില്ല, ആദ്യം ഒന്നും പറയത്തില്ലെന്ന്. ഞാൻ ചോദിച്ചപ്പോൾ ആ ഗുരു അനങ്ങാതങ്ങ് പെട്ടെന്ന് ശവാസത്തിൽ അങ്ങ് അനങ്ങാതെ ചത്ത പോലെ കിടക്കുന്നതാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ശിഷ്യനങ്ങ് പോയി. പിറ്റേ ദിവസം ശിഷ്യനിങ്ങനെ നടന്നു വന്നപ്പോൾ കൂട്ടിനടുത്ത് ചെന്ന് തത്തയുടെ കൂട് തുറന്നു കിടക്കുകയാണ്. അത്ഭുതപ്പെട്ട് എന്താ സംഭവിച്ചതെന്ന്. കുറച്ച് മുന്നോട്ട് എഴുന്നപ്പോൾ ഒരു മരക്കൊമ്പിൽ ആ തത്ത ഇരിക്കുകയാണ്. തത്ത ഉടനെ തന്നെ ഈ ശിഷ്യനോട് പറഞ്ഞ്, ഗുരുവിൻ്റെ ഉപദേശം ലഭിച്ചത് കാരണം ഞാൻ ഈ കൂട്ടിൽ നിന്ന് സ്വതന്ത്രനായി. അപ്പം നീ എൻ്റെ കാര്യം ഗുരുവിനോട് ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞ കാര്യം ഗുരുവിനോട് ചോദിച്ചു, പെട്ടെന്ന് ഗുരു നീണ്ടു നിവർന്നങ്ങ് മലന്ന് കിടന്നില്ലേ, നിശ്ചലമായിട്ട് കിടന്നല്ലോ. അപ്പം നീ അതല്ലേ എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, പിറ്റേ ദിവസം എന്നെ വളർത്തുന്ന ആൾ ഭക്ഷണം കൊണ്ട് വരേണ്ട സമയമായപ്പോൾ ഞാനും അതുപോലെ ചത്തതുപോലെ അങ്ങ് മലന്ന് കിടന്നു. അപ്പം ഞാൻ ചത്തെന്ന് വിചാരിച്ച് എന്നെ വളർത്തുന്ന ആൾ കൂട് തുറന്നിട്ട് എന്നെ എടുക്കാൻ ശ്രമിച്ചു. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ഇതിന് കാരണം എന്ന് പക്ഷി പറയുകയാണ്. പക്ഷിക്ക് ഗുരുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ ചലനങ്ങളിൽ പോലും സന്ദേശം ഉൾക്കൊള്ളാനുള്ള ശ്രദ്ധ ഉണ്ടായിരുന്നു പക്ഷിക്ക്. അത് പ്രാവർത്തികമാക്കാനുള്ള പ്രയത്നവും പക്ഷിക്കുണ്ടായിരുന്നു. മൂന്നും ഒത്തുചേർന്നപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹവും പക്ഷിക്ക് ലഭിച്ചു. അങ്ങനെ അത് സ്വതന്ത്രനായി. ബുദ്ധിയില്ലെന്ന് കരുതുന്നൊരു സാധാരണ പക്ഷിക്ക് തനിക്കില്ലാത്ത ശ്രദ്ധയും വിശ്വാസവും
വിവേകവും ഉണ്ടായല്ലോ എന്നോർത്ത് ശിഷ്യൻ ലജ്ഞിച്ചു. തൻ്റെ രീതികൾ തിരുത്തുവാൻ ശിഷ്യൻ ദൃഢനിശ്ചയമെടുത്ത്. അപ്പോൾ ഗുരുവിൻ്റെ ഓരോ ചലനങ്ങളും പ്രവൃത്തിയും ഓരോന്നും പഠിച്ചാൽ തന്നെ അതന്നെ ശാസ്ത്രമാണ്. നമ്മൾ ശാസ്ത്രം പഠിക്കേണ്ടെന്നല്ല, ശരിക്ക് ചെയ്യുന്ന എല്ലാം പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ ശാസ്ത്രം തന്നെയാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ നീങ്ങണമെന്നാണ് എൻ്റെ തത്വം.